പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒരു ഡയറ്റീഷ്യൻ വന്നിട്ട് നമുക്കൊരു ഡയറ്റ് ചാർട്ടൊക്കെ തരും. ഒരു ഡയബറ്റിയോളജിസ്റ്റ് പരിശോധിക്കുന്നു, അതിനുവേണ്ടി ഒരു ഡയറ്റീഷ്യൻ കാണുന്നു, ഡയറ്റ് ചാർട്ട് തരുന്നു. നമുക്ക് അരി കഴിക്കാം, ഗോതമ്പ്, മുത്താറി, റാഗി, ഓട്സ്, ഇതിനകത്തെല്ലാം കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് സെയിമാണ്. ഏകദേശം ഗ്ലൈസമിക് ഇൻഡെക്സ് സെയിമാണ്. ഇത് നമ്മൾ കഴിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിൻ്റെ അളവിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതിനൊരു കപ്പുണ്ട്, ആ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അത് നമ്മൾ അരി കഴിക്കുന്ന ആളാണ്, തവിടോട് കൂടെയുള്ള അരി കഴിക്കാം, നല്ലതാണ്. പോളിഷ്ഡ് റൈസ് ആകുമ്പോഴാണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ അന്നജം കൂടുതലാവുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ്. പിന്നെ മൈദ ഒഴിവാക്കുക, റവ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഗോതമ്പ്, ഫ്രഷ് ആയിട്ടുള്ള ഹോൾ വീറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ, നാരുകൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈജഷനും ദഹനത്തിനൊക്കെ ബോഡിക്ക് നല്ലതാണത്. പിന്നെ വരുന്നത് വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസ് നമുക്ക് സാലഡ് രൂപത്തിൽ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. അത് നമ്മൾ കഴിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യുക്കുംബർ ഉണ്ട്, തക്കാളി ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റ്യൂസ് അല്ലെ ഖസിൻ്റെ എല്ലാം എന്ന് പറയും, അതുണ്ട്, സവാള ഉണ്ട്, പിന്നെ പുതിന ഉണ്ട്, കൊത്തമല്ലി ഉണ്ട്. ഇതെല്ലാം അരിഞ്ഞിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് തൈര് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറിന് ഡൈജഷനും ഗ്യാസിനും നല്ലതാണ്. അപ്പോൾ ഈ പുതിനയിലും തൈരൊക്കെ ഇട്ടിട്ട് സാലഡ് രൂപത്തിൽ കഴിക്കുന്നത്. അപ്പോൾ ഡൈജഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസും കാര്യങ്ങളും അങ്ങനെ കഴിക്കാം. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടവലങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, കൈപ്പയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക, ചീര, മുരിങ്ങയുടെ ഇല, വഴുതനങ്ങ, മുള്ളങ്കി, ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ധാരാളം നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ എണ്ണ ഉപയോഗിക്കരുത്. അധികം ഓയിൽ യൂസ് ചെയ്യാതെ വളരെ ലോ ഓയിലിൽ നമുക്ക് പാചകം ചെയ്ത ആഹാരങ്ങൾ കഴിക്കാം. ഇത് ഫ്രൈ ചെയ്യരുത്. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ എടുത്ത് കടലമാവിൽ മുക്കി പൊരിച്ചിട്ട് തിന്നുവാണെങ്കിൽ ആ വഴുതനങ്ങ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. അത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക, ഇതൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുവാണെങ്കിൽ ഒരു കപ്പയുടെ കഷ്ണമൊക്കെ ജസ്റ്റ് ഒന്ന് ചമ്മന്തിയിൽ മുക്കി തിന്നാന്നല്ലാതെ ഇത് ഡെയിലി റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴും കുറച്ച് പച്ചക്കായ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി കുറച്ച് പുഴുക്ക് തിന്നു, ഓക്കെ. പക്ഷേ അത് ഡെയിലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹാബിറ്റ്, ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ പാടില്ല. മാത്രമല്ല പ്രോട്ടീൻ കണ്ടൻറ്റിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു വരികയാണെങ്കിൽ സോയാബീൻ കണ്ടൻറ്റ്, വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കൂടാൻ നല്ലതാണ്. പരിപ്പ് വർഗ്ഗങ്ങളുണ്ട്, പയറ് വർഗ്ഗങ്ങളുണ്ട്, മുളപ്പിച്ച പയർ, ചെറുപയർ മുളപ്പിച്ച് പുഴുങ്ങി കഴിക്കുന്നത് നല്ല പ്രോട്ടീനാണ്, ഹെൽത്തിയാണ്. അത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ബേസിസിൽ കുറച്ച് കഴിക്കാം. അപ്പോൾ ഏകദേശം ഒരു പ്രമേഹ രോഗിക്കും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.